അപ്പോ ഇവിടെ നോക്കിയേ 1, 2, 3, 4 കാർബൺ ആണുള്ളത്. അപ്പോ ഒന്നാമത്തെ കോമ്പൗണ്ടിൽ 4 കാർബൺ, ഹൈഡ്രജന്റെ എണ്ണം 3, 4, 5, 6, 7, 8, 9, 10 ഹൈഡ്രജൻ, ഒരു ഓക്സിജൻ. ഓക്കെ, ഇനി രണ്ടാമത്തെ കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുല എഴുതാം. 1, 2, 3, 4. ഓക്കെ, 4 കാർബൺ തന്നെ. ഹൈഡ്രജന്റെ എണ്ണം നോക്കി 3, 2, 5, 6, 7, 8, 9, 10 ഓക്സിജൻ ആണ്. അപ്പൊ ഇത് ഐസോമർ ആണെന്ന് നമ്മൾ ഉറപ്പിച്ചു, കാരണം സെയിം മോളിക്കുലർ ഫോർമുല. ഇനി ഇതിന്റെ IUPAC നെയിം ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇവിടെ ചോദിച്ചാൽ കണ്ടോ, ഫൈൻഡ് ദ മെറ്റാമർ ഓഫ് ഫസ്റ്റ് വണ്ണിന്റെ മെറ്റാമറിസം കാണിക്കുന്ന കോമ്പൗണ്ട് എഴുതും. ഇവിടെ നമുക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 കാർബൺ, ഇവിടെ 2 കാർബൺ. അപ്പൊ അതെന്ത് സാധനമാണ്? ഒന്നാമത്തെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 രണ്ടെണ്ണം വരുമ്പോ 8 ഓക്സി ചേർക്കുക, ഇതോക്സി. ഇവിടെ 2 തന്നെയാണ്, ഇതോക്സി ഈതേൻ. ഇവിടെ നോക്കുമ്പോ ഇത് OH ആണ്, ഓയിൽ ചേർക്കണം. എത്ര കാർബൺ ഉണ്ട്? 1, 2, 3, 4. അപ്പൊ രണ്ടാമത്തെ പേര് ബ്യൂട്ട്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE, ഈ ഡ്രോപ്പ് ചെയ്ത 1 ഓൾ. അപ്പൊ IUPAC നെയിം ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ചോദിച്ചിട്ടില്ല, ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആൻസറുമായി ചോദിച്ചത് മാത്രം എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ ഇവിടെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും ഇവിടെ ആൽക്കോക്സി ഗ്രൂപ്പും ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നതുകൊണ്ട് ഒന്നാം ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം. എന്താണ് ആൻസർ? ഫങ്ഷണൽ. കിട്ടിയല്ലോ. രണ്ടാമത്തെ ചോദ്യമാണ് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ചോദ്യം, മെറ്റാമർ എഴുതാൻ. അപ്പൊ എന്താണ് മെറ്റാമറിസം? ഇപ്പൊ നമ്മൾ ഓയുടെ ഇപ്പുറത്ത് 2 കാർബണും ഇപ്പുറത്ത് 2 കാർബണും, ഇങ്ങനെയാണ് ഇപ്പൊ ഇവിടെ കിടക്കുന്നത്. നിങ്ങളൊരു മെറ്റാമർ എഴുതുമ്പോൾ ഓയുടെ ഇപ്പുറത്ത് 1 കാർബൺ, ഇപ്പുറത്ത് 3 കാർബൺ ആയിട്ട് മൊത്തം 2, 2, 4 കാർബണാണ്. അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ഓയുടെ ഇപ്പുറത്ത് 1 കാർബൺ, ഇപ്പുറത്ത് 3 കാർബൺ, അങ്ങനെ എഴുതാം. അത്രയും പോസിബിളേ ഉള്ളൂ. കാരണം ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ ഇവിടെ 2 കൂട്ടുന്ന അത് തന്നെ കിട്ടണം. ഇവിടെ നിന്ന് വ്യത്യാസം ഒരിക്കലും ഇവിടെ നിന്ന് വ്യത്യസ്തം ഒരിക്കലും ഇവിടെ. വേണ്ടാ, ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 1, ഇവിടെ 2 ആണെങ്കിൽ 3. അതായത് ഈ O എന്ന് പറയുന്ന അപ്പുറം ഇപ്പുറം അറ്റാച്ച് ചെയ്യുന്ന ആൽക്കൈൽ ഗ്രൂപ്പുകൾ മുന്നേ എത്ര ഉണ്ടായിരുന്നു അത് അവരുടെ അടുത്ത് എഴുതുമ്പോൾ അത് വേറെ ആയിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. അപ്പോ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കാണും. എന്ത് ചെയ്താൽ മതി? സിമ്പിൾ ആണ്. നമ്മള് O ആദ്യം എഴുതുക, then ഒരു ഹൈഫിന് ഇപ്പുറത്ത് ഇടുക. എന്നിട്ട് ഇവിടെ നോക്കുക എത്ര 2 കാർബൺ, അത് 1 കാർബൺ ആക്കുക. അപ്പൊ 1 കാർബൺ ഇപ്പുറത്തേക്ക് കൂടെ ആഡ് ചെയ്യുക. ഇവിടെ 2 എണ്ണം ഉണ്ട്, അത് എത്രയായി? 3 എണ്ണം ആക്കുക. മൊത്തം 4 എണ്ണം വേണം. അതിൽ 1 എണ്ണം ഇപ്പുറത്തേക്കാണ് കൊടുത്തിട്ടാണ്. ഓക്കെ, ദെൻ ഹൈഡ്രജൻ ഫില്ല് ചെയ്യണം. CH3, CH2, CH2, CH2. ഹൈഡ്രജൻ എങ്ങനെ ഫില്ല് ചെയ്യണം മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു. സോ ഇതാണ് നമ്മുടെ B ക്വസ്റ്റിന്റെ ആൻസർ. Watch full video on my YouTube channel, Sunny Sir.